പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഏപ്രിൽ മാസം 2-ാം തീയതി ബുധനാഴ്ച, നോമ്പിലെ 32-ാം ദിവസം. വിശുദ്ധ യൗസേപിതാവിൻ്റെ മാധ്യസ്ഥം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ പ്രഭാതം നൽകിയ നല്ല തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. കർത്താവിൻ്റെ വചനം ഇന്ന് നമുക്ക് പാതകളിൽ വിളക്കായി നിൽക്കട്ടെ. ഈശോയെ, ഇന്ന് ഞങ്ങൾ പോകുന്നിടത്തെല്ലാം ഈശോയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ഇന്ന് വിജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇന്നത്തെ പ്രത്യേക നിയോഗങ്ങളെ ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 7-ാം വചനത്തിൻ്റെ അവസാന ഭാഗം ഇന്ന് ധ്യാനിക്കാം. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. ഏത് നിസ്സഹായ അവസ്ഥയിലും കർത്താവിൻ്റെ ഒരു കരുതൽ നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്ന വചനം. അന്ന് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടാൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും എന്ന കാര്യം ഉറപ്പായിരുന്നു. എന്നിട്ടും ഗതികേട് കൊണ്ടായിരിക്കും അവൾ ആ പണിക്ക് പോയത്. എല്ലാം തീർന്നു എന്ന് കരുതുന്നിടത്ത് പുതിയ വാതിൽ തുറക്കുന്നവനാണ് ക്രിസ്തു. നമ്മുടെ പോരായ്മകളെക്കുറിച്ചുള്ള ശരിയായ അവബോധം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആരെയും കല്ലെറിയാൻ തോന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഗതികേട് കൊണ്ട് സംഭവിക്കുന്ന വീഴ്ചകൾക്ക് കല്ലേറ് കൊള്ളുമ്പോൾ അങ്ങയുടെ കരവലയത്തിൽ അഭയം തേടാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.